രാവിലെ തന്നെ അമ്മയും മോളുള്ള യുദ്ധം തുടങ്ങിയിട്ടോ. രാവിലെ കുഞ്ഞാറ്റ നീച്ചിട്ട് കുഞ്ഞാറ്റേനെ പല്ല് തേപ്പിക്കണ തിരക്കാണ് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് ഓടുകയാണ് കേട്ടോ കുട്ടി. അപ്പൊ രാവിലെ തന്നെ ഞാൻ പല്ല് തേക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് തേപ്പിച്ച നമ്മൾ തേച്ചു കൊടുത്താൽ അവൾക്ക് പിടിക്കില്ല കേട്ടോ. അപ്പൊ അവൾ തന്നെ തേക്കണം, അവൾക്ക് തന്നെ തേച്ചിട്ട് അവള് തേച്ചാലുണ്ടോ അത് വൃത്തിയാവണത്. അപ്പൊ പിന്നെ അവളുടെ ഒരു ഇത് ഊഴം കഴിഞ്ഞിട്ട് വേണം പിന്നെ അടുത്തത് നമുക്ക് നോക്കാണ് കേട്ടോ. അപ്പൊ ഇനി എന്തായാലും ഞാൻ അവൾക്കൊന്ന് പല്ലൊക്കെ ഒന്ന് തേച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ അങ്ങനെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെ തന്നെ സാമ്പാർ വെക്കുന്നു, അമ്മ അപ്പുറത്ത് ദോശ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ ട്രൈപോഡ് കേട് വന്നിട്ട് ഇപ്പൊ ട്രൈപോഡിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. ആ കൊടിഞ്ഞു പോയിരുന്നു, 4 കഷ്ണമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അതിന്റെ നെട്ടുബോട്ടൊക്കെ പോയിട്ടും കുഞ്ഞാറ്റ എടുത്തിട്ട് എറിഞ്ഞിട്ടും ഒക്കെ ആയിട്ട് കേട്ടോ, തള്ളിയിട്ടിട്ടൊക്കെ ആയിട്ട് അതിന്റെ പടം വിടിയിച്ചിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനിതാ രാവിലെ ഇന്ന് ദോശയാണ് കേട്ടോ ചായക്ക് കടി. അപ്പൊ സാമ്പാർ എന്തായാലും അടുപ്പത്ത് വെക്കാന്ന് വിചാരിച്ചിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഉള്ളി അതേപോലെ തന്നെ അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പം എല്ലാ പരിപ്പും കാര്യങ്ങളൊക്കെ ഞാനതാ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ക്യാമറ ഞാൻ വാതിലിന്റെ സൈഡിലാട്ടോ വെച്ചിരിക്കുന്നത്. വാതിലിന്റെ അഴി ഉണ്ടല്ലോ അതിലാട്ടോ വെച്ചിരിക്കുന്നത്, അടുക്കള വാതിലിന്റെ. അപ്പം അതിൽ വന്നിട്ട് ഊഞ്ഞാലാടുന്നുണ്ട് കുഞ്ഞാറ്റ. അപ്പൊ അമ്മ ഇതാ ഇവിടെ ദോശയെല്ലാം ചൂടാനുള്ള തയ്യാറെടുപ്പിലട്ടോ. മാവൊക്കെ ഒന്ന് റെഡിയാക്കാണ്, ഉപ്പൊക്കെ ഇട്ടിട്ടോ. തലേദിവസം ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്, പക്ഷെ ഉപ്പ് ഇത് കുറവാണ് പറഞ്ഞപ്പോൾ അമ്മ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കാണ് കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ വെണ്ടയ്ക്കയും സവോളയും വഴണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ അടുപ്പത്ത് വെച്ചു കേട്ടോ. പരിപ്പും കിഴങ്ങും കാര്യങ്ങളൊക്കെ പുളി വെള്ളത്തിലിട്ടുണ്ട്. മുരിങ്ങക്കായും തക്കാളിയൊക്കെ അതാട്ടോ വെള്ളത്തിലിട്ടിരിക്കുന്നു. പിന്നെ ഈ പാത്രം റോസ് പാത്രം ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് മേടിച്ചതാട്ടോ. അപ്പൊ ഇങ്ങനെ കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്നറിയോ, അങ്ങനെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങളോ ഇങ്ങനെ സ്മെല്ല് ചെയ്യുമല്ലോ, അതുപോലുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് വീണോ ഉടയോന്നോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തട്ടി പൊട്ടുന്നോ അങ്ങനെയുള്ള പേടിയോ ടെൻഷനൊന്നും വേണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ എനിക്ക് കൂടുതലും ഇങ്ങനത്തെ കഴുകാനായാലും മീൻ കഴുകാനാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീര നുറുക്കാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും എളുപ്പം ഇതാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഇതായ ഒരു കാര്യം ഞാൻ പറയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ അങ്ങനെ മേടിച്ചു ഇന്നലെ. അതേപോലെ തന്നെ കുറേ ആഗ്രഹിക്കണം കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുറ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഞാനത് മേടിച്ചു. എനിക്ക് എന്തായാലും അത് സാധിച്ചു കിട്ടിയിട്ടോ. അപ്പം അങ്ങനെ ഒരു പ്ലാസ്റ്റിക് പാത്രം കുറച്ച് ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുണ്ടൻ പാത്രങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ മേടിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ അമ്മ വന്നിട്ട് ഇതാ കൈക്കല തുണിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട് കേട്ടോ. തൊഴിലുറപ്പിന് ഇനിയും പോകുമ്പോഴത്തേനും എല്ലാം റെഡിയാവും വേണമല്ലോ. അപ്പം അങ്ങനെ ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചായക്ക് വെള്ളം വെച്ചിരിക്കുന്നത് കറണ്ട് അടുപ്പിലാണ് കേട്ടോ. അപ്പം ഇനി ഒരു ഭാഗത്ത് കറണ്ട് അടുപ്പിലും അടുപ്പിലും അതേപോലെ തന്നെ ഗ്യാസിലൊക്കെ ഓരോരോ സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഓരോന്ന് കറക്റ്റ് ടൈമിനെല്ലാം കൊടുത്ത് ശീലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഓരോ നിർദ്ദേശങ്ങൾ തന്നിരിക്കുക കേട്ടോ. അങ്ങനെ കുറേ വഴക്കം കേട്ടു ഡോക്ടറെ കയ്യിൽ നിന്ന് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ പുട്ടും പഞ്ചസാരയും കഴിക്കുകയാണെങ്കിൽ അതിന് എന്താ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുട്ടും കടലയും കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഇഡ്ഡലിയും ചട്നിയും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരു ഉപകാരം എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. ഡോക്ടർ ഓരോ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഇഡ്ഡലി കൊടുക്കാന്നുണ്ടെങ്കിൽ സാമ്പാർ കൊടുക്കണം, അങ്ങനെയാണ് കുട്ടികൾ. പിന്നെ ഇടനേരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവൾ കഴിക്കില്ല. നമ്മൾ ഈ കുട്ടിക്ക് എന്ത് വായിൽ വെച്ച് കൊടുത്തിട്ടും കാര്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ തുപ്പുന്ന ഇന്നലെ തന്നെ ഞാൻ എന്നിട്ട് കേട്ടോ ഈ സാമ്പാറും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ രാവിലെ ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ടോ ആള് കഴിക്കുന്നു. ആള് നിലം വീണ് ബഹളം വെച്ചിട്ട് കരഞ്ഞ് പിഴിഞ്ഞ് അമ്മയുടെ അടുത്തേക്കൊക്കെ ഓടുമായിരുന്നു കേട്ടോ. കുട്ടിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുത്താൽ കുട്ടി കഴിക്കുകയല്ല കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇടനേരങ്ങളിൽ എന്തെങ്കിലും കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേന്ത്രക്കായ മേടിച്ച് വെച്ചിട്ടു. ഇനിയിപ്പോൾ അത് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ കേട്ടോ. അപ്പൊ എന്തെങ്കിലും കുട്ടിക്ക് വയറഴയാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവൾക്കൊരു ഉഷാറുണ്ടാവും. നമ്മൾ എന്ത് കൊടുത്താലും കുട്ടി കഴിക്കില്ല. എന്നാലും നമ്മൾ നമ്മുടേതായ ഒരു സമാധാനത്തിന് ഒരു വായെങ്കിലും ഇറക്കി കിട്ടിയെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷെ കുട്ടി ഇറക്കില്ല, എന്താണെന്നറിയില്ല. എന്നിട്ട് എൻ്റെ അമ്മേനെ ഇപ്പം അമ്മ പറഞ്ഞു 2-3 മക്കളെ വളർത്തിയതാണ്. അല്ലെങ്കിൽ എൻ്റെ വലിയ അനിയത്തിയാണെങ്കിലും പറഞ്ഞു കേട്ടോ. അവള് പറഞ്ഞു എൻ്റെ പിള്ളേരൊന്നും ഇങ്ങനെ ഉണ്ടായതല്ലേ ചേച്ചി, ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. എന്ത് കൊടുത്താലും കഴിക്കാത്തൊരു കുട്ടീനെ നമ്മൾ വായയിലേക്കാണ് കൊണ്ടുപോകുമ്പോൾ കുട്ടി തല അങ്ങനെ തിരിക്കാൻ തുടങ്ങും കേട്ടോ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൊടുത്ത് ഒക്കത്ത് വെച്ചിട്ട് എന്തെങ്കിലും കൊണ്ടു നടക്കാന്ന് വിചാരിച്ചാൽ അതിനും അവള് സമ്മതിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് വായ കിട്ടില്ല. ഒക്കത്ത് വെച്ച് നമ്മുടെ ഒരു കയ്യിൽ ചോറും പിടിച്ചിട്ട് അവളുടെ വായക്ക് നമ്മളിത് വെച്ചു കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവളത് തല തിരിച്ചോണ്ടേയിരിക്കും. പിന്നെ എങ്ങനെ വായയും തുറക്കില്ല, വളം വെച്ചോണ്ടിരിക്കും. ഇനിയിപ്പോൾ അവളെ എവിടെയും നിർത്തിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണ്ട്, നമ്മൾ യുദ്ധത്തിന് പോകുന്ന പോലെയാണ്. അവളെ കയ്യും കാലൊക്കെ കൂച്ചി കെട്ടിയിട്ട് വേണ്ടി വരും പിന്നെ പിടിക്കണമെങ്കിൽ വായ തുറക്കാനൊക്കെ. അപ്പൊ കുട്ടി അങ്ങനെ കഴിക്കില്ല. അപ്പൊ നമ്മൾ വാരി കൊടുക്കണതെങ്കിലും കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തും ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ നമുക്കിപ്പോ എന്താ, എനിക്കാണെങ്കിൽ പുറത്ത് ഞാനിപ്പോ ഒരു ജോലിക്കൊന്നും പോകുന്നില്ല കേട്ടോ. നമുക്കിപ്പോ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുക തന്നെയാണ് പണി. പക്ഷെ കുട്ടി കഴിക്കില്ല.
അങ്ങനെ ആയിട്ട് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറേശ്ശെ എന്തായാലും ബേക്കറിയും കാര്യങ്ങളും ചായ ഒന്നും കൊടുക്കരുത് എന്നാണ് കേട്ടോ ഡോക്ടർ നിർദ്ദേശം. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ദിവസം പാലിച്ചു പോകണം. പിന്നെ അവൾക്ക് മരുന്ന് തന്നിട്ടുണ്ട്, എന്തായാലും 2 ടോണിക്കും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അത് 3 മാസം കൊടുക്കണം എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ മരുന്ന് എന്തായാലും മുടക്കാൻ പാടില്ല. അപ്പോൾ അവൾക്ക് ബ്ലഡിന്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം മോൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അവള് തൂക്കം കുറവാണ്. കാരണം 2 വയസ്സായ കുട്ടികൾ 12-13 കിലോ ഒക്കെ ഉണ്ടാവേണ്ട അടുത്ത് അവള് 10 കിലോ തയ്ച്ചെന്നില്ല കേട്ടോ. അവള് എപ്പൊ പോയാലും അവള് തൂക്കം 9-10 ഉള്ളിലായിരിക്കും കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് പനിയും കാര്യങ്ങളും വരുന്നതും അവളുടെ പോഷകാഹാരക്കുറവും കാര്യങ്ങളും കാരണമാണ്. അല്ലെങ്കിൽ തൂക്കക്കുറവ് അവളുടെ ഭക്ഷണത്തിന്റെ ഒരു കുറവ് കാരണം തന്നെയാണ് അവൾക്ക് തൂക്കവും കാര്യങ്ങളും ഇല്ലാത്തത്. കാരണം പ്രസവിച്ച സമയത്തൊക്കെ അവൾക്ക് 320 തൂക്കം ഉണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ അതും ചോദിച്ചു, ഇത്രയും തൂക്കം ഉണ്ടായിരുന്ന കുട്ടി എന്തുകൊണ്ട് ഇപ്പൊ ഇത്രയും 2 വർഷമായിട്ടും തൂക്കേ ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണത്തിന്റെ കുറവ് മൂലം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയിട്ടോ നല്ല വഴക്ക് കേട്ടു. അപ്പോൾ നമ്മൾ കൊടുത്ത് ശീലിക്കാണ്ടല്ലോ, നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ മക്കൾക്ക് നമ്മളൊന്ന് വായിൽ വെച്ച് കൊടുക്കുമല്ലോ. ഈ കുട്ടി കഴിക്കില്ല. നമ്മൾ ഇപ്പൊ മറ്റുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പൊ എന്റെ അനിയത്തിയുടെ മോളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ എത്ര എരിവുള്ള സാധനമാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അവള് ഓടി വരും കേട്ടോ. അതേപോലെ ഒന്ന് വായിൽ വെച്ച് കൊടുത്താൽ വേഗം അത് നുണയും. എന്താണ് അതിന്റെ ടേസ്റ്റ് എന്ന് ചിലപ്പോൾ നോക്കുക. അവളുടെ ചുണ്ടൊക്കെ അല്ലെങ്കിൽ മുഖമൊക്കെ ഷേപ്പൊക്കെ ഇങ്ങനെ മാറുന്നു കാണാട്ടോ. ചിലപ്പോൾ എരിവുണ്ടെങ്കിലൊക്കെ അങ്ങനെയാണ് കുട്ടികൾ. ഇവള് പക്ഷേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിക്കില്ല. അങ്ങനെ ഇതാ പണികളൊക്കെ ഒരുങ്ങിയിട്ടോ. സാമ്പാറൊക്കെ ആയി, ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഇവക്ക് കൊടുത്തിട്ട് ഇവള് പൂരം വഴക്കായിരുന്നു കേട്ടോ, ഒന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ മേലൊക്കെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ പഴം എന്തായാലും കുറച്ച് നെയ്യിൽ പുഴുങ്ങിയിട്ട് ഒരു പഴം കീറിയിട്ട് കീറിയിട്ട് 4 കഷ്ണമൊക്കെ ആക്കിട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അത് കൊടുത്തു. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ചായയൊന്നും കൊടുക്കുന്നില്ലല്ലോ, അപ്പൊ വിശപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തെങ്കിലും അവള് കഴിക്കലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇനിയിപ്പോ എന്തായാലും ഇനി പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തു നോക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞി കുടിക്കുമോന്ന് അറിയില്ല, എന്നാലും കുറേശ്ശെ ഇരുന്ന് ചിലപ്പോൾ അങ്ങനെ അവളൊരു മൂടിന് അങ്ങനെ ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ പയർ തോരനൊക്കെ വെച്ചു. അവൾക്ക് കുറച്ച് ചോറും പിന്നെ ഇറച്ചിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാമ്പാറത്തെ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറച്ചിപ്പാപ്പ വേണം വെച്ചപ്പോൾ വേണം പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ അതിട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ അങ്ങനെ അത് കടിച്ചിങ്ങനെ വലിച്ചിട്ട് അവള് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് ഞാനെന്ത് ചെയ്തോന്നറിയോ, അപ്പൊ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും കൂട്ടിയിട്ട് ചായ കുടിക്കാണ് കേട്ടോ. അപ്പൊ അവളുടെ അടുത്തേക്ക് പോയല്ല കേട്ടോ, ഞാൻ അവളെ മറച്ചു വെച്ചിട്ടാട്ടോ കഴിക്കുന്നത്. പേടി കേട്ടോ, പേടിച്ച് കുറച്ചിട്ടൊക്കെ കഴിക്കുന്നത്. അവള് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേണം പറയും കേട്ടോ. അപ്പൊ എണ്ണക്കടികളൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ സാറ്. അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ കേട്ടോ. ഇപ്പൊ അമ്മ പണി മാറ്റി വരുമ്പോഴത്തേന് ഞാൻ എന്തായാലും കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് തീ പിടിപ്പിച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിന് അമ്മയ്ക്ക് കുളിക്കാനേ. അപ്പൊ അങ്ങനെ അത് അമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പുറത്ത് വന്ന ശബ്ദം കേട്ടു. ഞാനപ്പോൾ അങ്ങനെ പോയി നോക്കുമ്പോൾ അമ്മ വന്നിട്ടുണ്ട്. പിന്നെ അമ്മ അതാ മടാളൊക്കെ എടുത്തിട്ട് കുറച്ച് പട്ടയും വിറകൊക്കെ വെട്ടിയേക്കാലെന്നൊക്കെ വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഞാൻ അവൾക്ക് കൊടുത്തത് കുറച്ച് മുട്ടയൊക്കെ പൊരിച്ചിട്ട് സാമ്പാറൊക്കെ ഒഴിച്ച് കൂട്ടി കുഴച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ അതിനൊക്കെ കുറച്ച് അരി കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുഞ്ഞാറ്റയുടെ വിശേഷങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ